ഒരു എള്ള് ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 50 ഗ്രാം എള്ള് എടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഒന്ന് വറക്കുമ്പോൾ ഇത് ചൂടായി കഴിഞ്ഞ് ഇത് പാകമാകുമ്പോൾ പൊട്ടി തുടങ്ങും. അപ്പോൾ ഇത് മാറ്റാം. ഇപ്പോൾ എള്ള് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചുവക്കെ വറുത്തെടുക്കണം. ഉഴുന്നിപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തേക്ക് മാറ്റാം. ഈ ഉഴുന്ന് വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു 6 വറ്റൽമുളക് ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ വറ്റൽമുളക് ആയിട്ടുണ്ട്. ഇതും കോരിയെടുക്കാം. ഇപ്പോൾ വറുത്തെടുത്ത എള്ള്, ഉഴുന്ന്, പിന്നെ ഉണക്കമുളക് ഇതെല്ലാം നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കണം. ഇപ്പോൾ എള്ളും ഉഴുന്നും മുളകും കൂടി പൊടിച്ചതാണിത്. ഇത് ഫുള്ള് നമുക്ക് ആവശ്യമില്ല. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നേരത്തെ മുളകൊക്കെ വറുത്ത എണ്ണ തന്നെയാണ് ചീനച്ചട്ടിയിലുള്ളത്. അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ നല്ലോണം ചൂടാകണം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഏത് ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോരുത്തരും വയ്ക്കുന്ന ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ളത്ര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ എള്ളുചോറ് റെഡി ആയിട്ടുണ്ട്. ദിവസം കുറച്ച് എള്ള് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. പ്രത്യേകിച്ച് പ്രായമായവർക്ക്, വിളർച്ചയുള്ളവർക്കൊക്കെ എള്ള് നല്ലതാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണ്ട. നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതുപോലെ കുറച്ച് എള്ള് പൊടിച്ച് വെക്കുകയും ചെയ്താൽ രാവിലെ 1-2 തവി ചോറ് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ജോലിക്ക് പോകുന്നവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കർക്കിടകത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും ഇത് ഉണ്ടാക്കി കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് എരിവ് കുറയ്ക്കുക. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം.